സോ ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഫസ്റ്റ് സെമ്മ് മാത്സ് കോംപ്ലിമെൻ്ററി മാത്സിന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻറ്റിൻ്റെ ബേസിക്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 2x2 മെട്രിക്സ്, ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ. 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ 2 റോ ഉണ്ടാവും, 2 കോളംസ് ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടത്. ലെറ്റ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 2 3 4. എന്നിട്ട് 2 റോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതാണ് റോ ആൻഡ് ഇതാണ് കോളംസ്. അപ്പോൾ 2 റോ ഉണ്ട്, 2 കോളംസും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എങ്ങനെയായിട്ട് സിമ്പിളായിട്ട് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത് 1 2 3 4 ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്രോസ് ചെയ്യാം. 1 × 4. ഓക്കെ, 1 × 4 മൈനസ്, അത് ഈ റൂളിലുള്ള മൈനസ് ആണ്. മൈനസ് എന്തിനാണ് മൈനസ് ചെയ്യാനുള്ളത്? ഇതിനെ ക്രോസ് ചെയ്യാം. 2 × 3. ഓക്കെ, മനസ്സിലായോ? 1 × 4 മൈനസ് 2 × 3. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നോക്കിയാൽ മതി. 4 - 6 എന്ന് വരും. 4 - 6 എന്താ? -2. അപ്പോൾ ഇതാണ് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടൊരു ഡിറ്റർമിനൻറ്റ്. ഈ 2x2 മെട്രിക്സ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ 3x3 ആകുമ്പോൾ എന്ത് കുറച്ചും കൂടെ സ്റ്റെപ്പ് കൂടും. ഞാൻ അടുത്ത വീഡിയോയിൽ 3x3 മെട്രിക്സ് എങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഒന്നും കൂടി ഒരു എക്സാമ്പിളും കൂടി തരാം. ഇപ്പോൾ 1 2 3 4 പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 6 7 8 എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലേ, അപ്പോൾ അത് ചെയ്യും. 5 × 8. ഇവിടുന്ന് ആദ്യം ക്രോസ് ഒരിക്കലും ചെയ്യരുത്, എപ്പോഴും ഈ സൈഡിൽ നിന്ന് വേണം ക്രോസ് ചെയ്യാൻ. ഓക്കെ, നേരത്തെ നമ്മൾ എടുത്താണ്ടില്ല 1 × 4. അപ്പോൾ 5 × 8 മൈനസ് 6 × 7 വരും. ഓക്കെ, അപ്പോൾ എന്താ വരാം? 8 40 മൈനസ് 42 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു -2. ഇത്രയേ ഉള്ളൂ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ബൈ.